ഓഫീസിൽ കാർ പാർക്ക് ചെയ്ത് മാധവൻ നേരെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അർജുനെ കാണാൻ ആ അച്ഛൻ്റെ ഉള്ളം വല്ലാതെ തുടിക്കുന്നു. അത്രയും ആത്മബന്ധമാണ് ആ അച്ഛനും മകനും തമ്മിൽ. എന്നും ഫോണിൽ സംസാരിക്കാറുണ്ടെങ്കിലും ഒരു നോക്ക് കാണാൻ രണ്ടുപേരും പരസ്പരം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ബിസിനസ് ഒരു കരയ്ക്കെത്തിക്കുവാൻ കുറച്ചു നാളത്തേക്ക് തൻ്റെ മനസ്സിനെ പിടിച്ചു വയ്ക്കുകയായിരുന്നു അർജുൻ. ഒരിക്കൽ വീണെടുത്തു നിന്ന് ജയിക്കണമെന്ന വാശിയോടെ, തന്നെ കൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന വാശിയോടെ, തോറ്റുകൊടുക്കില്ലെന്ന വാശിയോടെ. ക്യാബിൻ തുറന്നതും തൻ്റെ സീറ്റിലിരിക്കുന്ന അർജുനെ കണ്ട് ആ അച്ഛന് അഭിമാനം തോന്നി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അതേസമയം അർജുനും നോക്കി. അച്ഛനെ കണ്ടതും ഇരുന്നിടത്ത് നിന്ന് അവൻ വേഗം എഴുന്നേറ്റു. അപ്പോഴേക്കും മാധവൻ റൂമിലേക്ക് കയറിയിരുന്നു. അവൻ വേഗം പോയി മാധവനെ മുറുകെ പുണർന്നു. അച്ഛാ, വേദനയോടെയുള്ള അർജുൻ്റെ സ്വരം. ആള് സ്മാർട്ടായിട്ടുണ്ടല്ലോ. പുണർന്നിരിക്കുന്നവനെ അടർത്തി മാറ്റിക്കൊണ്ട് അയാൾ അവൻ്റെ തോളിൽ പിടിച്ച് അഭിമാനത്തോടെ പറഞ്ഞു. പിന്നെ സ്മാർട്ട് ആകണ്ടേ? ദാ ഈ അർജുൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. AM കമ്പനി പഴയതിലും ഉയർച്ചയോടെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഗുഡ് ബോയ്. അദ്ദേഹം തൻ്റെ മകൻ്റെ ചുമലിൽ അഭിമാനത്തോടെ തട്ടി പ്രശംസിച്ചു. പിന്നെ ചിറ്റയ്ക്ക് എന്തുണ്ട് അച്ഛാ? ചിറ്റയെ കാണാൻ കൊതി തോന്നുന്നു. നീ വാ നന്ദനത്തിലേക്ക്. നിന്നെ കാണാൻ കൊതിച്ചു നിൽപ്പുണ്ട് അമ്മയും ചിറ്റയും പൂജയും. തൻ്റെ മകൻ്റെ മനസ്സ് മനസ്സിലാക്കി തന്നെയാണ് ആ അച്ഛൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ അർജുൻ ഒരിക്കലും നന്ദനത്തിലേക്ക് വരില്ലെന്ന്. അങ്ങനെയുള്ള വാക്കേറ്റമായിരുന്നല്ലോ ഹർഷനും അർജുനും തമ്മിലുണ്ടായത്. എല്ലാം അച്ഛൻ അറിയാവുന്നതല്ലേ. കുറച്ചുകൂടി എനിക്ക് സമയം വേണം. അതിനുശേഷം ആരും ക്ഷണിക്കാതെ തന്നെ ഞാൻ നന്ദനത്തിലേക്ക് വരും. വേദനിക്കുന്ന മനസ്സോടെ അവൻ പറയുകയാണ്. ഒരിക്കൽ ഹർഷന്റെ മുന്നിൽ തോറ്റുപോയതാണ്. ഇനി അത് ഒരിക്കൽ കൂടി ഉണ്ടാകാൻ പാടില്ല. ജയിച്ചു കാണിച്ചു കൊടുക്കണം. എന്നിട്ടേ നന്ദനത്തിന്റെ പടി ഈ അർജുൻ ചവിട്ടു. യാത്രയിലുടനീളം അഭിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒന്നും അറിയാത്ത ഒരു യാത്ര. എന്താണോ ഏതാണോ എവിടെയാണോ എന്തിനാണ് ഒന്നും അറിയില്ല. പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു പാവ. മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടെങ്കിലും തൻ്റെ അമ്മയുടെ ചിന്തകൾ കടന്നു വരുമ്പോൾ താൻ ചെയ്യുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നുന്നു. അതുമാത്രമായിരുന്നു അവളുടെ ഈ ജീവിതത്തിലുള്ള ഏക ആശ്വാസം. ഒപ്പം അമ്മയെക്കുറിച്ച് അറിയുവാൻ അവൾക്ക് അതിയായ ആഗ്രഹവും തോന്നി. എഴുന്നേറ്റിട്ടുണ്ടാകുമോ? തന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാകുമോ? മാമ എന്തു പറഞ്ഞിട്ടുണ്ടാകും? തന്നെ കാണാത്തതിന് വേദനയുണ്ടാകും. ചിലപ്പോൾ പരിഭവവും. അമ്മയുടെ ഓർമ്മകളിൽ അവൾക്ക് വേദന തോന്നി. ദേ, ആ കാണുന്ന ഫാൻസി ഷോപ്പിൽ ഒന്ന് നിർത്തണേ. ജോ ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് സേതു വണ്ടി ഒതുക്കി നിർത്തി. വണ്ടി നിർത്തിയതും ജോ വേഗം വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ ഫാൻസി ഷോപ്പിലേക്ക് കയറി. അല്പസമയം കഴിഞ്ഞ് ഫാൻസി ഷോപ്പിൽ നിന്ന് ജോ തിരിച്ചു വരുമ്പോൾ കയ്യിൽ ചെറിയൊരു പൊതിയും ഉണ്ടായിരുന്നു. എന്താണെന്ന അർത്ഥത്തിൽ എല്ലാവരും അവളെ നോക്കുന്നുമുണ്ട്. താലി മാത്രം പോരാ, ദേ ഇതെടുത്ത് നെറുകയിൽ തൊട്. കയ്യിലുള്ള പൊതി അബിക്ക് നേരെ നീട്ടിക്കൊണ്ട് ജോ പറഞ്ഞതും അബി സംശയത്തോടെ ആ പൊതി വാങ്ങിച്ചുകൊണ്ട് തുറന്നു നോക്കി. സിന്ദൂരത്തിൻ്റെ ചെറിയൊരു ചെപ്പ്. അത് കണ്ടതും അറിയാതെ അബിയുടെ കണ്ണുകൾ കലങ്ങി. വീണ്ടും താൻ തന്നോട് തന്നെ ക്രൂരത കാട്ടുകയാണോ? ചിന്തകൾ പലവിധം അവളിൽ കടന്നു വന്നു. നോക്കി നിൽക്കാതെ തൊടു കൊച്ചേ. ജോയുടെ അമർഷത്തോടെയുള്ള സംസാരം അബിയെ വേദനയിലാഴ്ത്തി. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ മെല്ലെ ചെപ്പ് തുറന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുമുണ്ട്. ഏത് സമയവും തോരാനായി. വിറയ്ക്കുന്ന കൈകളോടെ ചെപ്പിൽ നിന്ന് കുങ്കുമം പതിയെ ഒരു നുള്ളെടുത്തു. ആ കുങ്കുമത്തിലേക്ക് തന്നെ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അല്പസമയം നോക്കി നിന്നു. ഇനിയും സമയം ലേറ്റാകും എന്ന് കണ്ട ഹർഷൻ അവൾ തൊട്ടെടുത്ത കുങ്കുമം അവൻ്റെ കൈകളിലേക്ക് എടുത്ത് വേഗം അവളുടെ നെറുകയിലേക്ക് ചാർത്തിക്കൊടുത്തു. ഡാ, നീ എന്താ കാണിച്ചത്? അഭിയുടെ നെറുകയിലേക്ക് തൊട്ടുകൊടുത്ത സിന്ദൂരത്തിലേക്ക് നോക്കി ജോ ദേഷ്യപ്പെട്ടു. എന്തേ, എത്ര നേരമെന്ന് വെച്ച് ഇവൾ ഇതിലേക്ക് നോക്കി നിൽക്കുന്നത്? അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞാൽ വീടെത്തി. തെല്ല് കൂസലില്ലായ്മയോടെയുള്ള ഹർഷന്റെ സംസാരം. പിന്നെ ആരും ഒന്നും പറയാൻ നിന്നില്ല. എന്നാൽ ഇതേ സമയം കൂടെ നിറഞ്ഞു തുളുമ്പാൻ നിന്ന കണ്ണുകൾ ഇറനണിഞ്ഞു. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നെറുകയിലെ സിന്ദൂരത്തിന് അവകാശിയോ? അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഒപ്പം താൻ തിരഞ്ഞെടുത്ത വിധിയോടും. 1 വർഷക്കാലം എങ്ങനെ കഴിഞ്ഞു പോകും എന്നോർത്ത് അവൾക്ക് അസ്വസ്ഥതയും തോന്നി. അല്പസമയത്തെ യാത്രയ്ക്കൊടുവിൽ അവർ നന്ദനത്തിൻ്റെ ഗേറ്റും കടന്ന് അകത്തേക്ക് വന്നു. കാർ ഇരമ്പലോടുകൂടി ആ വലിയ വീടിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. ഗേറ്റ് കടന്നപ്പോഴേ അബിയുടെ കണ്ണുകൾ ആ വീട്ടിലേക്കായിരുന്നു. 2 നിലയോടുകൂടിയ ആഡംബര വീട്. തൻ്റെ അമ്മ ജോലി ചെയ്യുന്ന വീടിനേക്കാൾ വലുത്. അവളുടെ അതിശയം അവളുടെ കണ്ണിലും പ്രകടമായി. ഇതുവരെ തോന്നാത്ത ഭയം അവളിൽ കടന്നു വരുന്നുമുണ്ട്. ഇത്രയും വലിയ വീട്ടിൽ താൻ എങ്ങനെ? ചിന്തകൾ പല വഴിക്കായി പെണ്ണിൻ്റേത്. ഡീ, ഇറങ്ങുന്നില്ലേ? ഹർഷന്റെ ശബ്ദമാണ് അവളെ ആ വലിയ വീട്ടിൽ നിന്നും നോട്ടം മാറ്റിയത്. അതേസമയം അവൾ ഭയത്തോടെ ഹർഷനെയും നോക്കി.
സ്വപ്നം കാണാതെ ഇറങ്ങി വാടി. ഹർഷന്റെ ശബ്ദം ഉയർന്നതും അവൾ വേഗം ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി. ഒപ്പം ഭയത്തോടെ അവൾ കൂടെ വന്നവരെ നോക്കിയപ്പോൾ അവൾ കണ്ടു കൂടെ വന്ന 3 പേരും പുച്ഛത്തോടെ തന്നെ നോക്കി നിൽക്കുന്നത്. ഇനി എന്തൊക്കെ താൻ അനുഭവിക്കണം? ഇനി ഈ വീട്ടിലും താനൊരു അധികപ്പറ്റാകുമോ? വേണ്ട, ചിന്തകളൊന്നും വേണ്ട. എല്ലാം ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ്. അവൾ സ്വയം സമാധാനപ്പെടുത്താൻ നോക്കി. അപ്പോഴും തൻ്റെ മനസ്സെരിയുന്നത് അവൾ അറിയുന്നുണ്ട്. ഇതേ സമയം മുറ്റത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് മീനാക്ഷി അകത്തുനിന്നും പുറത്തേക്ക് വന്നത്. പുറത്തു നിൽക്കുന്ന ഹർഷനെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ മീനാക്ഷിയുടെ മുഖം വിടർന്നു. മോനെ, നിറഞ്ഞ സ്നേഹത്തോടെ അവർ ഹർഷന്റെ അടുത്തേക്ക് വന്നു. എത്രയായി മോനെ കാണാത്തത്? നിറഞ്ഞ സ്നേഹത്തോടെ ഹർഷന്റെ കവിളുകളിൽ മീനാക്ഷി തഴുകി. നന്ദിനി കാത്തു നിൽപ്പുണ്ട്. മോൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ നീ വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും സന്തോഷമായി. വാ, ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറ്. ഹർഷനോട് പറയുന്നതിനോടൊപ്പം അവൻ്റെ കൂടെയുള്ളവരെ അകത്തേക്ക് ക്ഷണിച്ചു മീനാക്ഷി. മീനമ്മ, ഇവൾ. ഹർഷൻ പതിഞ്ഞ ശബ്ദത്തിൽ തൻ്റെ പിറകിലായുള്ളവളെ മീനാക്ഷിക്ക് കാണിച്ചു കൊടുത്തു. ഹർഷന് എന്തോ മുഴുവനായും പറയാനൊരു മടി. ഇവിടെ എത്തുന്നതുവരെ എല്ലാം ഉറപ്പിച്ചു തന്നെയാണ് അവൻ വന്നത്. പക്ഷേ ഇവരുടെ സ്നേഹം കാണുമ്പോഴാണ് തൻ്റെ മനസ്സ് അയഞ്ഞു പോകുന്നത്. അവിടെയാണ് ഹർഷൻ തോറ്റുപോകുന്നതും. ഏതാ മോനെ ഈ പെൺകുട്ടി? നിങ്ങളുടെ കൂടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിറഞ്ഞ സ്നേഹത്തോടെയുള്ള മീനാക്ഷിയുടെ വാക്കുകൾ. ഒപ്പം അതേ സ്നേഹത്തോടെ അഭിയെ നോക്കുന്നുമുണ്ട്. അവളാണെങ്കിൽ ഒരു നോക്കു മീനാക്ഷിയെ നോക്കിയതിനു ശേഷം പിന്നെ തലയുയർത്തി നോക്കിയതേയില്ല. അവൾക്ക് വല്ലായ്മ തോന്നുന്നു, പ്രത്യേകിച്ച് മീനാക്ഷിയുടെ വേഷത്തിലുള്ള എടുപ്പൊക്കെ കാണുമ്പോൾ. താനൊരു ജോലിക്കാരിയുടെ മകളല്ലേ? ഒരിക്കൽ ഇതേപോലെ അമ്മയുടെ കൂടെ ജോലിസ്ഥലത്ത് പോയപ്പോൾ ആ വീട്ടിലെ ഹാളിൽ ഒന്ന് കയറി. അവിടുത്തെ ചേച്ചി തന്നെ വഴക്കു പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷമാണ് അമ്മ തന്നെ എവിടെയും പോകുമ്പോൾ കൂടാതെ പോകുന്നത്. താൻ കരയുന്നതിനോടൊപ്പം അമ്മയും കരയുന്നത് അന്ന് കണ്ടതാണ്. അതേ അവസ്ഥ തനിക്ക് ഇവിടെയും വരുമോ? അവളുടെ ചിന്തകൾ വീണ്ടും വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. എന്താ മോളുടെ പേര്? ആരും തനിക്കുള്ള മറുപടി തരാതെ പരസ്പരം നോക്കുന്നത് കണ്ടപ്പോൾ മീനാക്ഷി വീണ്ടും അഭിയോട് ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ അഭി മീനാക്ഷിയെയും ഹർഷനെയും കൂട്ടുകാരെയും മാറി മാറി നോക്കി. എന്താണ് പറയേണ്ടത് എന്ന് അറിയുന്നില്ല. തൻ്റെ പേര് പോലും ഇവിടെ പറയാമോ? താനായി എന്തെങ്കിലും അബദ്ധം കാട്ടുമോ? പെണ്ണിൻ്റെ നിസ്സഹായ അവസ്ഥ അവളുടെ മുഖത്തും പ്രകടമായി. മീനമ്മ, ഇവൾ അഭിനയ. അവസ്ഥ മനസ്സിലാക്കി ഹർഷൻ തന്നെ അവളെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അഭിനയ, നല്ല പേര്. മോള് വാ, അകത്തേക്ക് കയറ്. ഹർഷൻ പരിചയപ്പെടുത്തി കൊടുത്തതും മീനാക്ഷി നിറഞ്ഞ സ്നേഹത്തോടെ അഭിയെ അകത്തേക്ക് ക്ഷണിച്ചു. അതേസമയം പെണ്ണ് ഹർഷനെ നോക്കുന്നുമുണ്ട്. അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് അനുവാദമാണ് പെണ്ണ് അവനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത്. മീനമ്മ, ഇവളെൻ്റെ ഭാര്യയാണ്. ലീഗലി ഞങ്ങൾ മാരീഡാണ്. മീനാക്ഷിയുടെ അടുത്ത് നിന്ന് തൻ്റെ അഭിനയം തുടങ്ങാമെന്ന് അവൻ ഉറപ്പിച്ചു. അതിനെന്നോണം തൻ്റെ പുറകിൽ നിൽക്കുന്ന അഭിയുടെ കൈകളിൽ പിടിച്ചു തൻ്റെ അടുത്തേക്ക് വലിച്ചു നീക്കി അവളെ തന്നോട് ചേർത്ത് നിർത്തി ഹർഷൻ. ഒരു നിമിഷം അഭി ഒന്ന് പതറിപ്പോയി. പ്രതീക്ഷിക്കാതെയായിരുന്നു അവൻ്റെ മാറ്റം. അത് അവളെ അമ്പരപ്പെടുത്തി. ഇതേ സമയം ഹർഷൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മീനാക്ഷിക്ക്. ഹർഷൻ മുറുകെ ചേർത്ത് പിടിച്ചിരിക്കുന്നവളെ മീനാക്ഷി പകപ്പോടെ നോക്കി. മെലിഞ്ഞ ശരീരം, വെളുത്ത് തുടിച്ചിട്ടുണ്ട്. വേഷവിധാനമൊക്കെ പഴഞ്ചൻ രീതിയിലുള്ളതാണ്. അതുമാത്രമല്ല, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. നെറുകയിൽ സിന്ദൂരമുണ്ട്, കഴുത്തിൽ താലിയും. അതുമാത്രം മതിയായിരുന്നു പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഒട്ടും താമസിച്ചില്ല. മീനാക്ഷി പുറത്തു നിൽക്കുന്നവരെ നോക്കാതെ വേഗം അകത്തേക്ക് ഓടി. എന്തിനാണെന്നല്ലേ? മാധവനെ വിളിച്ചു കാര്യം പറയാൻ. നീ നന്ദനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ തറവാട്ടിലേക്കാണോ? മീനാക്ഷിയും അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് നിന്റെ കൂടെ കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കാമല്ലോ. ആ, തറവാട്ടിൽ പോകണം. വല്യമ്മ ഉണ്ടാകില്ലേ അവിടെ? അമ്മയോട് ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞേക്ക്. ഞാൻ 1-2 ദിവസം ലേറ്റായേ തറവാട്ടിലേക്ക് എത്തൂ. 1-2 പേരെ കാണാനുണ്ട്. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ പറയാം. തിരക്കെല്ലാം കഴിഞ്ഞാൽ നീ പറഞ്ഞാൽ മതി. പൂജയും അമ്മയും അവിടെ വന്ന് കുറച്ച് ദിവസം നിന്നോട്ടെ. അവർക്കും ആഗ്രഹമുണ്ടാകില്ലേ നിന്നോടൊപ്പം താമസിക്കാൻ? പിന്നെ രാജൻ അവിടെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ യാത്രയെല്ലാം ഒഴിവാക്കി തറവാട്ടിൽ തന്നെയാണ്. നീ പോകുന്നുണ്ടെങ്കിൽ സന്തോഷമാകും അങ്ങേർക്ക്. പണ്ടേ പറഞ്ഞതല്ലേ കല്യാണം കഴിക്കാൻ. എവിടെ? ഒരു പ്രേമത്തിൻ്റെ കഥയും പറഞ്ഞ് ഇങ്ങനെ ജീവിതം തള്ളി നീക്കി. വല്യമ്മാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അർജുന് പഴയ കാലമാണ് ഓർമ്മ വരുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്ന കാലം. വല്യമ്മാമ്മയോട് ആവുന്നത് പറഞ്ഞതാണ് ഒരു കല്യാണം കഴിക്കാൻ. പക്ഷേ വല്യമ്മാമ്മ സമ്മതിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, വല്യമ്മാമ്മ ഒരു പെണ്ണിനെ പ്രണയിച്ചിരുന്നു. ആ ബന്ധമാകട്ടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇഷ്ടവുമല്ല.
ആ വാശിയാണ് വല്യമ്മാമ്മ ഇന്നും തീർക്കുന്നത്. ഒരു ചുറ്റലാണ് ആളുടെ മെയിൻ പണി. ഇപ്പോൾ ചുറ്റലൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ തന്നെയാണ്. എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോ? വൈകുന്നേരത്തെ ഫ്ലൈറ്റാണ്. പാലക്കാട് വെച്ച് 1-2 മീറ്റിംഗ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യണം. എന്തായാലും ഇനി 1-2 വർഷത്തേക്ക് ഞാൻ US-ലേക്കില്ല. നന്നായി. അത് തന്നെയാണ് നല്ലത്. പറ്റുമെങ്കിൽ ഞാനും വരാൻ നോക്കാം. പക്ഷേ നന്ദിനിയെ തനിച്ചാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നിനക്കറിയുന്നതല്ലേ ഹർഷന്റെ സ്വഭാവം. ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ അവന്റെ കാര്യം വിട്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഹർഷനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അർജുന് ദേഷ്യം വരുന്നുണ്ട്. രണ്ടുപേർക്കും ഒരേ പ്രായമാണ്, കളിക്കൂട്ടുകാർ. പക്ഷേ എപ്പോഴൊക്കെയോ അവരുടെ ബന്ധത്തിന് വിള്ളൽ വീഴുകയുണ്ടായി. ഇപ്പോൾ അതൊരു വാശിയിലേക്ക് കടന്നു. ഇതേ സമയം മാധവൻ മറ്റെന്തോ അർജുനോട് പറയാൻ പോകുമ്പോഴാണ് മാധവന്റെ ഫോൺ റിങ് ചെയ്തത്. ആരാണെന്നറിയാൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു മാധവൻ നോക്കി. മീനാക്ഷിയാണ്. നിന്റെ കാര്യം ചോദിക്കാനായിരിക്കും. ചെറുപുഞ്ചിരിയോടെ അർജുനോട് പറഞ്ഞുകൊണ്ട് മാധവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു. എന്നാൽ മറുപുറകിൽ നിന്നുമുള്ള വാർത്ത കേട്ട് മാധവൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ഞാൻ വരാം, നീ ഫോൺ വെക്ക്. ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അർജുനെ മാധവൻ നോക്കി. ഹർഷൻ ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. നീ വരുന്നുണ്ടോ? ഞാനിന്ന് പോയി വരാം. മീനാക്ഷിയുടെ വാക്കുകളിൽ എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. മാധവന്റെ വാക്കുകളിലും ശരീരപ്രകൃതിയിലും വെപ്രാളം രൂപപ്പെട്ടു. പുതിയ എന്തെങ്കിലും അടവായിരിക്കും അച്ഛാ. അവനെ വിശ്വസിക്കരുത്. എന്തായാലും അമ്മ വിളിച്ചു പറഞ്ഞതല്ലേ. അച്ഛൻ പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നോളാം. ഹർഷനെ തന്നേക്കാൾ കൂടുതൽ ആർക്കാണ് അറിയുക? പുതിയ എന്തെങ്കിലും അടവായിരിക്കുമെന്ന് അർജുന് ഉറപ്പുണ്ട്. നോക്കാം എവിടം വരെ എത്തുമെന്ന്. പിന്നെ ഒട്ടും താമസിക്കാതെ മാധവൻ അർജുനോട് യാത്ര പറഞ്ഞ് വേഗം തന്നെ കാറുമെടുത്ത് നന്ദനത്തിലേക്ക് വിട്ടു. മീനമ്മ, അമ്മ. മാധവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീനാക്ഷി ഹാളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഹർഷൻ എല്ലാവരെയും ക്ഷണിച്ച് അകത്തെ സെറ്റിയിലേക്ക് ഇരുത്തുന്നതാണ്. തന്റെ പിറകിലായി മീനാക്ഷിയെ കണ്ടതും ഹർഷൻ നന്ദിനിയെ അന്വേഷിച്ചു. അവൾ ഉറക്കമാണ്. ഇപ്പോൾ മെഡിസിൻ കഴിച്ചതേയുള്ളൂ. പറയുന്നതിനോടൊപ്പം ജോയുടെ അടുത്തിരിക്കുന്ന അഭിയെയും മീനാക്ഷി നോക്കുന്നുണ്ട്. മീനാക്ഷി ശ്രദ്ധിക്കാതിരുന്നില്ല അഭിയുടെ മുഖത്തെ ഭയം. ഒറ്റ നോക്കിൽ കണ്ടാൽ ഹർഷന്റെ ഭാര്യയാണെന്ന് പറയില്ല. അങ്ങനെയായിരുന്നു അഭിയുടെ നിൽപ്പും ഭാവവും. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മാധവേട്ടൻ ഇപ്പോൾ വരും. അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി മീനാക്ഷി അഭിയെ തിരിഞ്ഞു നോക്കി. അപ്പോഴും പെണ്ണ് തലതാഴ്ത്തി ഇരിപ്പാണ്. മീനാക്ഷി അടുക്കളയിലേക്ക് പോയതും ഹർഷൻ ഇരുന്നിടത്തു നിന്ന് വേഗം എഴുന്നേറ്റ് അഭിയുടെ അടുത്തേക്ക് വന്നു. ഡീ! അവന്റെ മൂർച്ചയുള്ള ശബ്ദം. പെട്ടെന്ന് തലതാഴ്ത്തിയിരുന്നവൾ ഞെട്ടി എഴുന്നേറ്റ് അവനെ നോക്കി. നിന്റെ ആരെങ്കിലും പെറ്റുകിടപ്പുണ്ടോ താഴെ? ഏതു നേരവും കാണാമല്ലോ താഴെ നോക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇപ്പോൾ എന്റെ ഭാര്യയാണ്. അതിനു വേണ്ടിയാണ് നിനക്ക് ഞാൻ 25 ലക്ഷം രൂപ തന്നതും. അപ്പോൾ അതിനൊത്ത് ജോലി ചെയ്യേണ്ടത് നിന്റെ മാത്രം ബാധ്യതയാണ്. ഈ ആക്ടിംഗ് ഇവിടെയുള്ള മറ്റാരെങ്കിലും അറിഞ്ഞാൽ. താക്കീതായിരുന്നു ഹർഷന്റെ വാക്കുകളിൽ. അഭിയുടെ ഈ പതിഞ്ഞുള്ള നിൽപ്പും നോട്ടവും ഒന്നും അവന് തീരെ പിടിക്കുന്നില്ല. അതുമല്ല, മീനാക്ഷി ഇടയ്ക്ക് അവളെ ശ്രദ്ധിക്കുന്നതും ഹർഷൻ കാണുന്നുണ്ടായിരുന്നു. അത്രയൊക്കെ അവൻ പറഞ്ഞിട്ടും പകപ്പോടെ അവനെ നോക്കിയതല്ലാതെ മറുത്തൊന്നും അവൾ മിണ്ടിയില്ല. അല്ലെങ്കിലും അവൾ എന്തു പറയാൻ?